ഹായ് ഓൾ, വെൽക്കം ടു എഡുവിസ് അക്കാഡമി. എഡുവിസ് അക്കാഡമി അവതരിപ്പിക്കുന്ന ഓൺലൈൻ പ്രൊമെട്രിക് കോച്ചിങ് അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഹൈ ഡെഫിനിഷൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള സിലബസ് എല്ലാം തന്നെ കവർ ചെയ്യുന്ന എല്ലാ ടോപ്പിക്സും ക്വസ്റ്റ്യൻ വൈസ് ഡിസ്കസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്ത കുറച്ച് ടോപ്പിക്സ്, ഡെമോൺസ്ട്രേഷൻ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്ത കുറച്ച് ടോപ്പിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രീക്വന്റ്ലി ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സ് ആണ്. ചെറിയ എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വൂണ്ട് ഹീലിംഗ് പ്രോസസ്. ഈ വൂണ്ട് ഹീലിംഗ് പ്രോസസ് പലപ്പോഴും ഇപ്പൊ റീസെന്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ ചെറിയ 2-3 പോയിന്റുകളാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതെങ്കിൽ നമ്മൾ പലപ്പോഴും ആ പോയിന്റുകൾ പഠിക്കാറില്ല. കാരണം അതിലും വലിയ വലിയ കാര്യങ്ങൾ വൂണ്ട് ഹീലിംഗ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ചെറിയ പോയിന്റ്സ് എന്ത് ചെയ്യാറുണ്ട്, സ്കിപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തില് സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുള്ള പോയിന്റ്സ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഈ വൂണ്ട് ഹീലിംഗ് പ്രോസസ്സിൽ നിന്ന് വരാറുള്ളത്. അപ്പൊ നമുക്ക് വൂണ്ട് ഹീലിംഗ് പ്രോസസ് അല്ലെങ്കിൽ ആ വൂണ്ട് ഹീലിംഗിന്റെ സ്റ്റേജസ്, എങ്ങനെയൊക്കെയാണ് വൂണ്ട് ഹീൽ ആകുന്നത്, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് വൂണ്ട് ഹീലിംഗ്. വൂണ്ട് ഹീലിംഗ് സ്റ്റേജസ് അല്ലെങ്കിൽ വൂണ്ട് ഹീലിംഗ് പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചെറിയ 2-3 കാര്യങ്ങൾ, കുറച്ച് പെരിഫറൽ ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ വൂണ്ടിനെ കുറിച്ച് നമ്മൾ ഒന്ന് പഠിക്കണം. വൂണ്ടിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. There are 2 types of wound എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? The first one is acute wound and the second one is chronic wound. അപ്പോ acute wound, chronic wound എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഒരു വൂണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഹീൽ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ ഒരു വൂണ്ട് വളരെ പെട്ടെന്ന് ഹീൽ ആകുമ്പോൾ ആ വൂണ്ടിനെ നമുക്ക് വിളിക്കാം അക്യൂട്ട് വൂണ്ട് എന്ന്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ചെറിയ കട്ട് വൂണ്ട്, അതുപോലെ സർജിക്കൽ വൂണ്ട്, ഇതൊക്കെ എന്താണ്, പെട്ടെന്ന് ഹീലാകുന്ന തരം വൂണ്ടുകളാണ് അല്ലെ. അത് മാത്രമല്ല, ഇത് ഈ വൂണ്ട് കാരണം മറ്റ് അണ്ടർലൈൻ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. മറ്റ് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ വൂണ്ട് പെട്ടെന്ന് ഹീൽ ആവുകയാണെങ്കിൽ ആ വൂണ്ടിനെ നമുക്ക് അക്യൂട്ട് വൂണ്ട് എന്ന് വിളിക്കാം. Now the second one is chronic wound. Chronic wound എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, വൂണ്ട് ഹീലിംഗ് വളരെ സ്ലോ ആണ്. വൂണ്ട് ഹീൽ ചെയ്യുന്നത് വളരെ ഡിലേഡ് ആയിട്ടാണ്, വളരെ മെല്ലെയാണ് വൂണ്ട് ഹീൽ ചെയ്യുന്നത്. മാത്രമല്ല, ഈ വൂണ്ട് ഹീലിംഗുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകും. അത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു അണ്ടർലൈങ് ഡിസീസ് അല്ലെങ്കിൽ ഒരു അണ്ടർലൈങ് പത്തോളജിക്കൽ കണ്ടീഷൻ മൂലമാണ് ഒരു വൂണ്ട് ഉണ്ടാകുന്നത്. ഓൾറെഡി ഒരാൾക്ക് ഒരു അസുഖമുണ്ട്, ആ അസുഖത്തിന്റെ ഫലമായിട്ടാണ് വൂണ്ട് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആ അസുഖത്തിന്റെ ഫലമായിട്ട് വൂണ്ട് ഹീലിംഗ് വളരെ മെല്ലെയാണ് നടക്കുന്നതെങ്കിൽ ആ വൂണ്ടിനെ വിളിക്കാം ക്രോണിക് വൂണ്ട്. നല്ലൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ഈ ഡയബറ്റിക് ഫൂട്ട്. ഡയബറ്റിസ് മെലൈറ്റിസ് ഉള്ള പേഷ്യൻസിന്റെ കാലിലൊക്കെ അൾസർ ഫോം ചെയ്യും അല്ലെ. ആ അൾസർ ഉണ്ടായി കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്നൊന്നും ഹീൽ ചെയ്യില്ല, അല്ലെങ്കിൽ വളരെ മെല്ലെയാണ് അതിന്റെ ഒരു ഹീലിംഗ് പ്രോസസ് നടക്കുന്നത്. അപ്പോൾ വളരെ മെല്ലെ ഒരു ഹീലിംഗ് പ്രോസസ് നടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അണ്ടർലൈൻ ഡിസീസ് കണ്ടീഷൻ ഓർ പത്തോളജിക്കൽ കണ്ടീഷൻസ് മൂലമാണ് ഒരാൾക്ക് വൂണ്ട് ഫോം ചെയ്തത് എങ്കിൽ അത്തരത്തിലുള്ള വൂണ്ടുകളെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം, ക്രോണിക് വൂണ്ട് എന്ന് വിളിക്കാം. അപ്പൊ 2 ടൈപ്പ് വൂണ്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി എങ്ങനെയൊക്കെയാണ് ഒരു വൂണ്ട് ഹീൽ ആകുന്നത് എന്ന് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹീലിംഗ് പ്രോസസ്? വാട്ട് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വൂണ്ട് ഹീലിംഗ്? ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് വൂണ്ട് ഹീലിംഗ് എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്. ഓക്കെ, വൂണ്ട് ഹീലിംഗ് പ്രോസസ്സിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. The first one is primary intention എന്ന് വിളിക്കാം. പ്രൈമറി ഇന്റൻഷൻ ഓഫ് വൂണ്ട് ഹീലിംഗ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഹീൽ ആവുന്നു. മാത്രമല്ല, സ്കാർ ടിഷ്യൂ
SCAR, സ്കാർ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മുറിവ് ഉണങ്ങിയതിനു ശേഷം അവിടെ ഫോം ചെയ്യുന്ന ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ആ ഒരു ടിഷ്യൂ ലെയറിനെയാണ് നമ്മൾ സ്കാർ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ സ്കാർ ടിഷ്യൂ വളരെ കുറവാണ്, അല്ലെങ്കിൽ സ്കാർ ടിഷ്യൂ ഒട്ടും തന്നെ ഉണ്ടാവുന്നില്ല, ഒട്ടും തന്നെ ഇല്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറവ് മാത്രം സ്കാർ ടിഷ്യൂ ഉണ്ടാവുന്നുള്ളൂ, മാത്രമല്ല ഹീലിംഗ് ഒക്കെ പെട്ടെന്ന് നടക്കും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഹീലിംഗ് പ്രോസസ്സിന് നമുക്ക് പ്രൈമറി ഇന്റൻഷൻ എന്ന് പറയാം. നല്ലൊരു എക്സാമ്പിൾ ആണ് പ്രൈമറി ഇന്റൻഷനിലൂടെ ഹീൽ ചെയ്യുന്ന നല്ലൊരു എക്സാമ്പിൾ ആണ്, ഒരു വൂണ്ട് ആണ് സർജിക്കൽ വൂണ്ട് എന്ന് പറയുന്നത്. ദിസ് പോയിന്റ് ഹാസ് ടു ബി നോട്ടഡ് ബിക്കോസ് ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. സർജിക്കൽ വൂണ്ട് എങ്ങനെ ഹീൽ ചെയ്യാം? ഒരു സർജറി കഴിഞ്ഞ് ആ ഇൻസിഷൻ നമ്മൾ എന്ത് ചെയ്യും, സർജറിക്ക് ശേഷം സ്യൂച്ചർ ചെയ്ത് വെക്കുക, അല്ലെ? നോട്ട് ദാറ്റ് വേർഡ്, സ്യൂച്ചറിങ്. സ്യൂച്ചറിങ് ചെയ്ത് ഒരു വൂണ്ട് ഒക്കെ പെട്ടെന്ന് ഹീൽ ആക്കുമ്പോൾ അതിന് നമുക്ക് പ്രൈമറി ഇന്റൻഷൻ ഓഫ് വൂണ്ട് ഹീലിംഗ് എന്ന് പറയാം. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്കാർ ടിഷ്യൂസ് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഒട്ടും തന്നെ സ്കാർ ടിഷ്യൂ ഉണ്ടാകുന്നില്ല. സർജിക്കൽ വൂണ്ട് ഒക്കെ ഹീൽ ആകുന്നത് പ്രൈമറി ഇന്റൻഷനിലൂടെയാണ് എന്ന് ഓർക്കുക. ഇനി നെക്സ്റ്റ് ടൈപ്പ്, ദ സെക്കൻഡ് വൺ ഓഫ് ഹീലിംഗ്, സെക്കൻഡ് ടൈപ്പ് ഓഫ് ഹീലിംഗ് ഈസ് സെക്കൻഡറി ഇന്റൻഷൻ. സെക്കൻഡറി ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഡിലേഡ് ആയിട്ടാണ് വൂണ്ട് ഹീൽ ചെയ്യുന്നത്. മാത്രല്ല ഈ വൂണ്ട് ഹീൽ ചെയ്തുണ്ടാകുന്ന സ്കാർ ടിഷ്യൂ ഒക്കെ വളരെ കൂടുതലാണ്. സ്കാർ ടിഷ്യൂ നന്നായിട്ടുണ്ട്, ഡാമേജ് ടിഷ്യൂ ഇഷ്ടം പോലെ ഉണ്ട്. മാത്രല്ല കുറച്ച് മെല്ലെയാണ് വൂണ്ട് ഹീൽ ആവുന്നത് എങ്കിൽ ആ ഹീലിംഗ് പ്രോസസ്സ് നമുക്ക് സെക്കൻഡറി ഇന്റൻഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ചിലപ്പോൾ ആ വൂണ്ടിന് എന്ത് ചെയ്യേണ്ടി വരും, ഡ്രസ് ചെയ്യേണ്ടി വരും, അല്ലെ? സൂച്ചറിങ് ചെയ്യാൻ പറ്റാത്ത വൂണ്ടാണ്, കാരണം വൂണ്ടിന്റെ എഡ്ജ് എന്ന് പറയുന്നത് വളരെ ദൂരെയാണ്, രണ്ട് എഡ്ജും വളരെ ദൂരെയാണ് കിടക്കുന്നതെങ്കിൽ ഒന്ന് നമുക്ക് സ്യൂച്ചർ ചെയ്ത് അതിനെ ക്ലോസ് ചെയ്ത് ഹീൽ ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പൊ നമുക്ക് അതിനെ വൂണ്ട് ഡ്രസ് ചെയ്തിട്ടാണ് ഹീൽ ചെയ്യുക. ഇപ്പൊ ഡ്രസ്സിങ്ങിലൂടെയൊക്കെ ഹീൽ ചെയ്യാൻ വേണ്ടി കുറെ സമയം എടുക്കും. മാത്രമല്ല അങ്ങനെ ഹീൽ ചെയ്യുന്ന വൂണ്ടിൽ ഇഷ്ടംപോലെ സ്കാർ ടിഷ്യൂസും ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ ഹീൽ ചെയ്യുന്ന വൂണ്ടിനെയാണ് നമ്മൾ സെക്കൻഡറി ഇന്റൻഷൻ ഓഫ് വൂണ്ട് ഹീലിംഗ് എന്ന് പറയുന്നത്. നല്ലൊരു എക്സാമ്പിൾ ആണ് ലാസറേറ്റഡ് വൂണ്ട്, അതുപോലെ ഡയബറ്റിക് ഫൂട്ട്, ഡയബറ്റിക് അൾസർ എന്ന് പറയാം, ഡയബറ്റിക് അൾസർ, അതുപോലെ തന്നെ പ്രഷർ അൾസർ ഒക്കെ മെല്ലെ ഹീൽ ചെയ്യുള്ളൂ, അല്ലെ? ആ അൾസർ ഒക്കെ ഹീലിംഗ് പ്രോസസ് ഒക്കെ വളരെ ഡിലേഡ് ആയിട്ടാണ് നടക്കാറുള്ളത്. മാത്രമല്ല സ്കാർ ടിഷ്യൂ ഫോം ചെയ്യുന്നതും വളരെ കൂടുതലായിരിക്കും. അപ്പോ അത്തരത്തിലുള്ള ഒരു വൂണ്ട് ഹീലിംഗ് ടൈപ്പിനെയാണ് നമ്മൾ സെക്കൻഡറി ഇന്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ഇതിനെ കുറച്ച് കീവേഡ്സ് ഓർത്ത് വെക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വാക്കുകൾ എപ്പോഴും ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് പിടികിട്ടും. ഫോർ എക്സാമ്പിൾ, പ്രൈമറി ഇന്റൻഷൻ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ് സ്യൂച്ചറിങ് എന്ന് ഓർക്കാം, അല്ലെങ്കിൽ സർജിക്കൽ വൂണ്ട് എന്ന് ഓർക്കാം. സെക്കൻഡറി ഇന്റൻഷൻ ഓർക്കേണ്ടത് ബേൺസ്, അതുപോലെ തന്നെ ഡയബറ്റിക് അൾസർ, അങ്ങനെയൊക്കെയുള്ള വൂണ്ട് ഓർക്കാം, പ്രഷർ അൾസർ, ഇതൊക്കെ സെക്കൻഡറി ഇന്റൻഷൻ ഓർക്കാം. ഇനി നമ്മൾ പോകുന്ന മൂന്നാമത്തെ ടൈപ്പിലേക്കാണ്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് വൂണ്ട് ഹീലിംഗ് എന്ന് പറയുന്നത് ടെർഷ്യറി ഇന്റൻഷൻ എന്ന് പറയാം. ടെർഷ്യറി ഇന്റൻഷൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ദ പ്രോസസ് ഓഫ് വൂണ്ട് ഹീലിംഗ് ഈസ് വെരി വെരി ഡിലേഡ്. അങ്ങനെ വൂണ്ട് ഭയങ്കരമായിട്ട് ഡിലേ ചെയ്ത് ആണ് ഹീൽ ആവുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാകാം, ആ വൂണ്ടിൽ എന്തൊക്കെ ഉണ്ടാകാം, എക്സ്യൂഡേറ്റ്സ് ഉണ്ടാകാം, അല്ലെ? എക്സ്യൂഡേറ്റ്സ് ഉണ്ടാകാം, പസ് ഫോം ചെയ്യാം, അതുപോലെ ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടാകാം. വൂണ്ടിന്റെ എഡ്ജിൽ എപ്പോഴും എന്തുണ്ടാകും, ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടാകും. അപ്പൊ അത്തരത്തിലൊക്കെ ഒരു വൂണ്ട് മെല്ലെയാണ് ഹീൽ ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ടെർഷ്യറി ഇന്റൻഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇതിൽ നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് പറയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ കൊളോസ്റ്റോമിയുടെ ഒക്കെ വൂണ്ടില്ലേ, കൊളോസ്റ്റോമി മാത്രമല്ല ഏതൊരു സ്റ്റോമി എടുക്കാം. കൊളോസ്റ്റോമി വൂണ്ട് ഒക്കെ കുറെ കാലം ആ വൂണ്ട് ഓപ്പൺ ആക്കി വെക്കും, അല്ലെ? കാരണം കൊളോസ്റ്റോമി നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അല്ലെങ്കിൽ കൊളോസ്റ്റോമി എന്ന് പറഞ്ഞ പ്രൊസീജിയർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പൊ ആ വൂണ്ടിന് നമ്മളൊന്നും ചെയ്യില്ല. ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് കൊളോസ്റ്റോമി എന്ന് പറഞ്ഞ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞാണ് ആ വൂണ്ടിന് എന്ത് ചെയ്യുന്നുള്ളൂ, സ്യൂച്ചർ ചെയ്തോ അല്ലെങ്കിൽ ഡ്രസ് ചെയ്തൊക്കെ എന്ത് ചെയ്യുന്നത്, ഹീൽ ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും കാലം എടുത്തിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, വൂണ്ട് ഹീൽ ആവുന്നത്. അപ്പൊ ഈ കാലയളവിനുള്ളിൽ ആ വൂണ്ടിൽ എന്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, എക്സുഡേറ്റ്സ് ഉണ്ടാകാം, പസ് ഉണ്ടാകാം, ഇൻഫെക്ഷൻ ഉണ്ടാകാം, ഇൻഫ്ലമേഷൻ ഉണ്ടാകാം, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിൽ ടെർഷ്യറി ഇന്റൻഷനിൽ പറയപ്പെടുന്ന അല്ലെങ്കിൽ ടെർഷ്യറി ഇന്റൻഷനിലൂടെ ഹീൽ ചെയ്യുന്ന ഒരു വൂണ്ടാണ് കൊളോസ്റ്റോമി വൂണ്ട് എന്ന് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞത് 3 types of wound healing methods ആണ് പറഞ്ഞത്. Primary intention means the wound is healed very fast. No or little scar tissue is formed. Example, surgical wound. അടുത്ത നമ്മൾ പറഞ്ഞത് സെക്കൻഡറി ഇന്റൻഷൻ ആണ്. സെക്കൻഡറി ഇന്റൻഷനിൽ കുറച്ച് ഡിലേഡ് ആയിട്ടാണ് വൂണ്ട് ഹീലിംഗ് പ്രോസസ് നടക്കുന്നത്. The wound edges are very much far from each other, which results അല്ലെങ്കിൽ ആ ഒരു ദൂരം കാരണം
വൂണ്ട് എഡ്ജിന്റെ ദൂരം കാരണം നമുക്ക് അതിനെ സ്യൂച്ചർ ചെയ്യാൻ പറ്റുന്നില്ല. ഡ്രസ്സിങ്ങിലൂടെയൊക്കെയാണ് ഹീൽ ആവുന്നത്. എക്സാമ്പിൾ ആണ് ഡയബറ്റിക് അൾസർ, പ്രഷർ അൾസർ, ലാസറേറ്റഡ് വൂണ്ട് ഒക്കെ സെക്കൻഡറി ഇന്റൻഷൻ ഹീലിംഗിലൂടെയാണ് ഹീൽ ചെയ്യുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ടെർഷ്യറി ഇന്റൻഷൻ. എക്സുഡേറ്റ്സ്, പസ്, ഇൻഫെക്ഷൻ, ഇൻഫ്ലമേഷൻ ഒക്കെ വൂണ്ടിൽ ഉണ്ടാവാണ് ഡ്യൂ ടു വെരി മച്ച് ഡിലേഡ് ഹീലിംഗ് പ്രോസസ് എങ്കിൽ അതിന് നമുക്ക് ടെർഷ്യറി ഇന്റൻഷൻ ഓഫ് വൂണ്ട് ഹീലിംഗ് എന്ന് പറയാം. നല്ല എക്സാമ്പിൾ ആണ് കൊളോസ്റ്റോമി വൂണ്ട്. കൊളോസ്റ്റോമി വൂണ്ട് ഹീൽസ് ത്രൂ ടെർഷ്യറി ഇന്റൻഷൻ. നമ്മൾ 3 ടൈപ്പ് വൂണ്ട് ഹീലിംഗ് ആണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വൂണ്ട് ഹീലിംഗ് പ്രോസസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. വൂണ്ട് ഹീലിംഗ് പ്രോസസ് അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് വൂണ്ട് ഹീലിംഗ്. സ്റ്റേജസ് ഓഫ് വൂണ്ട് ഹീലിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് വൂണ്ട് ഹീലിംഗിന് 4 സ്റ്റേജസ് ആണ് ഉള്ളത്. പക്ഷെ അതിനകത്ത് ഈ സ്റ്റേജസ് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. കാരണം അതിൽ നിന്ന് നമുക്ക് എന്ത് വരാറുണ്ട്? ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്ക് നോക്കാം. 4 സ്റ്റേജസ് ആണ് വൂണ്ട് ഹീലിംഗിനുള്ളത്. ഏതൊക്കെയാണ്? The first stage is hemostasis. Second stage is inflammatory stage. Third stage is proliferative stage. And the fourth stage is remodeling or maturation stage. അപ്പോൾ 4 സ്റ്റേജുകളാണ് വൂണ്ട് ഹീലിംഗിനുള്ളത്. ഏതൊക്കെയാണത്? ഫസ്റ്റ് വൺ ഈസ് ഹീമോസ്റ്റാസിസ്. സെക്കൻഡ് വൺ ഈസ് ഇൻഫ്ലമേറ്ററി. Third one is proliferative, and the fourth stage is remodeling or maturation phase. ഇനി നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ജസ്റ്റ് ഹീമോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്താണ്? ഹീമോസ്റ്റാസിസ്, ഹീം എന്ന് പറഞ്ഞാൽ ബ്ലഡ്, സ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഒരു വൂണ്ട് ഉണ്ടാകുമ്പോൾ ആ വൂണ്ടിലൂടെ ബ്ലഡ് ലോസ് ആകുന്നത് തടയുക. ബ്ലഡ് ലോസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് നടക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. എങ്ങനെയാ ബ്ലഡ് ലോസ് പ്രിവെന്റ് ചെയ്യുക? ബൈ കൊയാഗുലേഷൻ ഓർ ബൈ ക്ലോട്ട് ഫോർമേഷൻ, അല്ലെ? അപ്പൊ ഓർത്തു വെക്കേണ്ട കാര്യം, ഹീമോസ്റ്റാസിസ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു സ്റ്റേജ് ആണ്. വൂണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഉണ്ടാകുന്ന ഒരു സ്റ്റേജ് ആണ് ഈ ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. എന്താ ഉണ്ടാവുക അവിടെ? പ്ലേറ്റ്ലെറ്റ് ഫോം ചെയ്യുന്നു, പ്ലേറ്റ്ലെറ്റ് വരുന്നു. ഓക്കെ, മാത്രമല്ല ബ്ലഡ് വെസൽസ് എന്താകുന്നു? ബ്ലഡ് വെസൽസ് ബിക്കം കൺസ്ട്രിക്റ്റഡ്. അതായത് ബ്ലഡിന്റെ ഫ്ലോ കുറയ്ക്കാനായിട്ട് ആ ഡാമേജ്ഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽ, ആ വൂണ്ടിലുള്ള ഡാമേജ്ഡ് ബ്ലഡ് വെസൽ എന്താകുന്നു? കൺസ്ട്രിക്റ്റഡ് ആകുന്നു. സ്മൂത്ത് സർക്കുലർ മസിൽസ് ഇൻസൈഡ് ദ ബ്ലഡ് വെസൽ വിൽ കൺട്രാക്ട്. ആ കൺട്രാക്ഷൻ മൂലം ബ്ലഡ് വെസൽസിൽ കൺസ്ട്രിക്ഷൻ ഉണ്ടാവുകയും ബ്ലീഡിംഗ് നിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ മെയിൻ ആയിട്ട് നടക്കുന്ന കാര്യം ഇത് ഓർത്ത് വെക്കേണ്ട കാര്യം, ഇറ്റ് ഒക്കേഴ്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ വൂണ്ട്. 2, ക്ലോട്ട് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ഫോം ചെയ്യുന്നു, പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോം ചെയ്യുന്നു. പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോട്ടായി മാറും. ഫിബ്രിൻ ക്ലോട്ടിംഗ് ഫാക്ടർ ഒക്കെ വന്ന് അത് ക്ലോട്ടിംഗ് എന്ന് പറഞ്ഞ സംഭവമായി മാറും. പിന്നെ എന്താ നടക്കുന്നത് അവിടെ? ബ്ലീഡിംഗ് വീണ്ടും കുറയ്ക്കാനായിട്ട് അവിടുത്തെ ബ്ലഡ് വെസൽ, ഡാമേജ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസിൽ എന്തുണ്ടാകുന്നു? കൺസ്ട്രിക്ഷൻ ഉണ്ടാകും. ഇത്രയുമാണ് ഈ ഹീമോസ്റ്റാസിസ് എന്ന് പറഞ്ഞ സ്റ്റേജിൽ നടക്കുന്ന കാര്യം. അടുത്തൊരു സ്റ്റേജ് ആണ് ഇൻഫ്ലമേറ്ററി സ്റ്റേജ്. ഇതും ഇമ്മീഡിയറ്റ്ലി നടക്കുന്ന ഒരു സ്റ്റേജ് ആണ് ആൻഡ് ലാസ്റ്റ് ഫോർ അറൌണ്ട് 2 to 3 hours. വൂണ്ടുണ്ടായി ഒരു 2 മുതൽ 3 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഇൻഫ്ലമേറ്ററി സ്റ്റേജ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. വൂണ്ടിന്റെ എഡ്ജിലൂടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. അത് ഉണ്ടാവുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ബ്ലഡ് ഫ്ലോ കൂടുന്നു. അതായത് ആ വൂണ്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുന്നു. എന്തിനാ ബ്ലഡ് ഫ്ലോ കൂട്ടുന്നത്? ആ ബ്ലഡിലൂടെയാണ് എന്ത് വരുന്നത്? മാക്രോഫേജസ് ഒക്കെ വരിക, ഇമ്മ്യൂൺ സെൽസ് ഒക്കെ അവിടെ വരും. എന്നിട്ട് ആവശ്യമില്ലാത്ത ഈ ട്രാൻസ്യൂഡേറ്റ്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ട്രാൻസ്യൂഡേറ്റ്സ് എന്ന വൂണ്ടിലുള്ള ആവശ്യമില്ലാത്ത ഫോറിൻ പാർട്സ് എന്നാണ് നമ്മൾ ട്രാൻസ്യൂഡേറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ന്യൂട്രോഫിൽസ് ആകാം, അതുപോലെ വാട്ടർ ആകാം, അതുപോലെ തന്നെ അതിനകത്തുള്ള എന്തെങ്കിലും ബാക്ടീരിയ, മൈക്രോ ഓർഗാനിസം, ഇവയൊക്കെ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് തള്ളുന്നു. അപ്പൊ ട്രാൻസ്യൂഡേറ്റ്സ് എക്സ്പെൽ ചെയ്യുക, ട്രാൻസ്യൂഡേറ്റ്സ് പുറത്തേക്ക് കളയുന്നു. ഓക്കെ,
ട്രാൻസ്ഫേഴ്സ് എന്ന് പറയുമ്പോൾ ന്യൂട്രോഫിൽസ് ഉണ്ട്, വാട്ടർ ഉണ്ട്, പസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് മൈക്രോ ഓർഗാനിസംസിനെയൊക്കെ ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ എക്സ്പെൽ ചെയ്യുക. അതാണ് മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഡേറ്റ്സ് എന്നുള്ളത്. ഓക്കെ, ഇനി ഈ ഇൻഫ്ലമേറ്ററി സ്റ്റേജിൽ ബ്ലഡ് ഫ്ലോ കൂടുന്നു, ട്രാൻസ്ഡേറ്റ്സിനെ എക്സ്പെൽ ചെയ്യുന്നു, അതിന്റെ കൂട്ടത്തിൽ എന്ത് ഉണ്ടാകുന്നു? ഇൻഫ്ലമേഷനും ഉണ്ടാകുന്നു, അല്ലെ? ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. ഇനി മൂന്നാമത് നടക്കുന്ന സ്റ്റേജ് ആണ് പ്രോളിഫറേറ്റീവ് സ്റ്റേജ്. പ്രോളിഫറേറ്റീവ് സ്റ്റേജിൽ 3 ഈവന്റ്സ് ആണ് നടക്കുന്നത്, 3 കാര്യങ്ങളാണ് നടക്കുന്നത് നോക്കാം. ഒന്ന് ഫില്ലിംഗ് ഓഫ് വൂണ്ട്, ഫില്ലിംഗ് ഓഫ് വൂണ്ട്. 2 കൺട്രാക്ഷൻ ഓഫ് വൂണ്ട്, കൺട്രാക്ഷൻ ഓഫ് വൂണ്ട്. 3 കവറിംഗ് ഓഫ് വൂണ്ട്, കവറിംഗ് ഓഫ് വൂണ്ട് അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എപ്പിത്തീലിയലൈസേഷൻ. എപ്പിത്തീലിയലൈസേഷൻ എന്ന് പറയും, എപ്പിത്തീലിയലൈസേഷൻ. അപ്പോ ഓർത്തു വെക്കേണ്ട കാര്യം, നമ്മള് ഈ പ്രോളിഫറേറ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ആ വൂണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് ആണല്ലോ, ആ ഓപ്പണിംഗിലേക്ക് പുതിയ ടിഷ്യൂ ലെയർ വന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ആ വൂണ്ടിനെ പുതിയ ടിഷ്യൂ ലെയർ വന്ന് ക്ലോസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് പ്രോളിഫറേറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. 3 ഈവന്റ് ആണ്, 3 സ്റ്റേജസ് ആയിട്ടാണ് പ്രോളിഫറേറ്റീവ് സ്റ്റേജ് നടക്കുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് ഫില്ലിംഗ് ഓഫ് ദ വൂണ്ട്. 2 കൺട്രാക്ഷൻ ഓഫ് വൂണ്ട് മാർജിൻ, വൂണ്ട് മാർജിൻസിൽ കൺട്രാക്ഷൻ ഉണ്ടാകുന്നു. 3 കവറിംഗ് ഓർ എപ്പിത്തീലിയലൈസേഷൻ ഓഫ് ദ വൂണ്ട്. ഈ എപ്പിത്തീലിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, പുതിയ ടിഷ്യൂ ലെയർ വന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്ന ടിഷ്യൂ ലെയർ എന്ന് പറയുന്നത് എന്താണ്? കൊളാജൻസ് ആയിരിക്കും, കൊളാജൻസ്. അതുപോലെ തന്നെ മെട്രിക്സ്, എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് പോലുള്ള സംഭവമൊക്കെ വന്ന വൂണ്ടിനെ കവർ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊളാജൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എപ്പിത്തീലിയലൈസേഷൻ എന്ന് പറയുന്നത്. എപ്പിത്തീലിയലൈസേഷൻ കഴിഞ്ഞാൽ ഈ പോയിന്റ് ശ്രദ്ധിക്കാം, ഞാൻ ഇനി പറയാൻ പോകുന്ന പോയിന്റ് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ കവറിംഗ് അല്ലെങ്കിൽ എപ്പിത്തീലിയലൈസേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. എപ്പിത്തീലിയലൈസേഷൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അടുത്ത ഒരു ഈവന്റ്, അതായത് പ്രോളിഫറേറ്റീവിൽ തന്നെ ഉണ്ടാകുന്ന അടുത്തൊരു ഈവന്റ് ആണ് ഗ്രാനുലേഷൻ എന്ന് പറയുന്നത്. ഗ്രാനുലേഷൻ, ഗ്രാനുലേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ വന്ന കൊളാജൻ ഉണ്ടല്ലോ, കൊളാജൻ എന്ന് പറഞ്ഞ ടിഷ്യൂ വന്ന് അവിടെ ഫില്ല് ചെയ്തെന്ന് പറഞ്ഞല്ലോ അല്ലെ, ഈ കൊളാജനെ ഒന്ന് എന്ത് ചെയ്യാം? ഒന്ന് അറേഞ്ച് ചെയ്യാം, ഒന്ന് ഓർഡറിലാക്കാം. അങ്ങനെ ആ ഓർഡറിലാക്കുന്ന ആ ഒരു പ്രക്രിയ വിളിക്കുന്ന പേരാണ് ഗ്രാനുലേഷൻ. ഈ ഗ്രാനുലേഷൻ സ്റ്റേജിൽ എത്തി നിൽക്കുന്ന വൂണ്ടിന്റെ കളർ ഒന്ന് ഓർത്ത് വെക്കാം, നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. കളർ എന്ന് പറയുന്നത് എന്താണ്? പിങ്ക് ടു റെഡ് ആയിരിക്കും, പിങ്ക് ടു റെഡ് ആണ്, മോയിസ്റ്റുമായിരിക്കും. അപ്പൊ എന്താണ്? ഗ്രാനുലേഷൻ ഫേസിൽ എത്തി നിൽക്കുന്ന വൂണ്ടിന്റെ കളർ എന്ന് പറയുന്നത് പിങ്ക് ടു റെഡ് കളറാണ്. മാത്രമല്ല ഒരു മോയിസ്റ്റ് അപ്പിയറൻസ് ആയിരിക്കും അതിനുണ്ടാവുക. അപ്പൊ നമ്മൾ പറഞ്ഞത് മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള പ്രോളിഫറേറ്റീവ് സ്റ്റേജ് ആണ്. 3 കാര്യങ്ങളാണ് അതിൽ നടക്കുന്നത്: ഫില്ലിംഗ് ഓഫ് ദ വൂണ്ട്, കൺട്രാക്ഷൻ ഓഫ് ദ വൂണ്ട് മാർജിൻസ് ആൻഡ് കവറിംഗ് ഓഫ് ദ വൂണ്ട് ഓർ എപ്പിത്തീലിയലൈസേഷൻ. എപ്പിത്തീലിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കൊളാജൻ ആൻഡ് മാട്രിക്സ് വന്ന് വൂണ്ടിനെ കവർ ചെയ്ത് പുതിയ ടിഷ്യൂ ഫോം ചെയ്യാണ് അവിടെ. അങ്ങനെ വന്ന കൊളാജനെ ഒന്ന് റീ അറേഞ്ച് ചെയ്യുക, ഒന്ന് ഓർഡറിലാക്കുന്ന പ്രക്രിയയാണ് ഗ്രാനുലേഷൻ എന്ന് പറയുന്നത്. When the wound reaches the granulation phase, the color of the wound will be pink to red and it will be moist in nature. This is a very important point. ഇനി ലാസ്റ്റ് 4ാമത് നടക്കുന്ന സ്റ്റേജ് ആണ് റീമോഡലിംഗ് അല്ലെങ്കിൽ മെച്ചുറേഷൻ. നമ്മൾ ഈ വന്ന കൊളാജൻ ടിഷ്യൂ, കൊളാജൻ ഗ്രാനുലാർ ടിഷ്യൂ, അതിനൊന്ന് ബലമാക്കുക, ഒന്ന് സ്ട്രോങ് ആക്കുക. അങ്ങനെ സ്ട്രോങ് ആക്കുന്ന ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ റീമോഡലിംഗ് അല്ലെങ്കിൽ മെച്ചുറേഷൻ ഫേസ് എന്ന് പറയുന്നത്. സ്കാർ ടിഷ്യൂസിനൊക്കെ റിമൂവ് ചെയ്യുക, അതുപോലെ അൺവാണ്ടഡ് സെൽസ് ഉണ്ടല്ലോ, വൂണ്ട് ഹീലിംഗിനെ സഹായിച്ച സെല്ലുകൾ, ആ സെല്ലുകളൊക്കെ നശിപ്പിച്ച് കളയുക. സെല്ല് പ്രോഗ്രാംഡ് സെൽ ഡെത്ത് നടക്കും. പ്രോഗ്രാംഡ് സെൽ ഡെത്തിന് നമ്മൾ വിളിക്കുന്ന പേരല്ലേ അപ്പോപ്ടോസിസ് എന്ന് പറയും. അപ്പോപ്ടോസിസ് എന്ന് പറയുന്ന പ്രോസസ് എന്താണ്? അപ്പോപ്ടോസിസ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാംഡ് സെൽ ഡെത്ത്. അതായത് ഒരു സെല്ല് സ്വയം നശിച്ചു ഇല്ലാതെയാവും. ആ സെല്ലിന്റെ ആവശ്യം അവിടെ കഴിഞ്ഞു. വൂണ്ട് ഹീലിംഗിനെ സഹായിച്ച സെല്ലുകളുടെ ആവശ്യം കഴിഞ്ഞാൽ ആ സെല്ലുകളെ നശിപ്പിച്ച് കളയുന്നതിനെയാണ് നമ്മൾ അപ്പോപ്ടോസിസ് എന്ന് പറയുന്നത്. പ്രോഗ്രാംഡ് സെൽ ഡെത്ത് എന്നാണ് പറയുന്നത്, പ്രോഗ്രാംഡ് സെൽ ഡെത്ത്. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ഈ റീമോഡലിംഗ് മെച്ചുറേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സ്ട്രെങ്തനിങ് ഓഫ് ദ കൊളാജൻ ഫൈബേഴ്സ്. കൊളാജൻ ടിഷ്യൂവിനെ സ്ട്രോങ് ആക്കുന്നു, സ്കാർ ടിഷ്യൂസിനൊക്കെ മാക്സിമം റിമൂവ് ചെയ്യാം, അൺവാണ്ടഡ് സെൽസിനെ അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള സെല്ലുകളൊക്കെ റിമൂവ് ചെയ്യാം ത്രൂ ദ പ്രോസസ് ഓഫ് അപ്പോപ്ടോസിസ്. ഇനി നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഈ റീമോഡലിംഗിൽ നടന്നു കഴിഞ്ഞാൽ തിരിച്ചത് നോർമൽ സംഭവം ആവുന്നതാണല്ലോ റീമോഡൽ. ആ വൂണ്ടുള്ള സ്ഥലം തിരിച്ച് നോർമൽ ആവുകയാണ് അല്ലെ? പൂർണ്ണമായിട്ട് അത് നോർമൽ ആവില്ല.
ഏകദേശം 2 to 3 വീക്സിൽ 50% എന്താകും, തിരിച്ച് നോർമലാണ്. 50% ഓഫ് വൂണ്ട് ഏരിയ ബിക്കംസ് നോർമൽ. ഇനി മൊത്തം നോക്കുകയാണെങ്കിൽ ഏകദേശം 70 to 75% ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് ഈസ് റീഗെയിൻഡ് ബൈ ദ വൂണ്ട്. അതായത് ആ വൂണ്ടുള്ള സ്ഥലത്തെ മുമ്പുണ്ടായ ബലത്തിന്റെ 70 to 75% മാത്രമായിരിക്കും വൂണ്ട് ഹീലിംഗ് കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടുള്ളൂ. അതായത് 100% ആ വൂണ്ടുള്ള സ്ഥലം എന്താവണമെന്നില്ല, പൂർണ്ണമായിട്ട് ഹീലാകണമെന്നില്ല. മാക്സിമം 70 to 75% വരെയുള്ള ഏർലിയർ സ്റ്റേറ്റിലേക്കാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ വൂണ്ടിന് പോകാൻ പറ്റുള്ളൂ. ആ ഏർലിയർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ആ വൂണ്ടിന് മുമ്പുള്ള അവസ്ഥ. 50% of the strength is regained in 2 to 3 weeks and only 70 to 75% is regained totally after wound healing process. അപ്പോൾ നമ്മൾ പറഞ്ഞ വൂണ്ട് ഹീലിംഗ് പ്രോസസ്സിന്റെ 4 സ്റ്റേജസ് ആണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റേജ് ആണ് ഹീമോസ്റ്റാസിസ്, ക്ലോട്ടിംഗ് ഉണ്ടാവുക എന്ന് ഓർക്കുക. രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഇൻഫ്ലമേറ്ററി, ട്രാൻസുഡേറ്റ്സിനൊക്കെ പുറന്തള്ളുക എന്ന് ഓർക്കുക. മൂന്നാമത് ഉണ്ടാവുന്നതാണ് പ്രോളിഫറേറ്റീവ്, പുതിയ ലെയർ വന്ന് അവിടെ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അതുമായിട്ട് അനുബന്ധമായിട്ട് ഉണ്ടാകുന്ന മറ്റൊരു സംഭവമാണ് ഗ്രാനുലേഷൻ. ഗ്രാനുലേഷൻ സ്റ്റേജിൽ എത്തി നിൽക്കുന്ന വൂണ്ടിന്റെ കളർ എന്ന് പറയുന്നത് പിങ്ക് ടു റെഡ് ആയിരിക്കും, മോയ്സ്റ്റ് ഇൻ അപ്പിയറൻസ് ആയിരിക്കും. ഇനി ലാസ്റ്റ് സ്റ്റേജ് ആണ് എന്ത്, റീമോഡലിംഗ് അല്ലെങ്കിൽ മെച്ചുറേഷൻ ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഞാൻ ഇന്ന് ഡെമോൺസ്ട്രേഷൻ, ഈ വൂണ്ട് ഹീലിംഗ് ഡെമോൺസ്ട്രേഷൻ എടുക്കാൻ ഉദ്ദേശിച്ചത്. ഇനി നമ്മൾ ഈ വൂണ്ട് ഹീലിംഗിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ക്വസ്റ്റ്യൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളെ ക്ലാസ് എടുക്കുന്നത്. കാരണം അപ്പോഴാണ് നമുക്ക് ആ ടോപ്പിക്കുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. വെറുതെ ടോപ്പിക്ക് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, അതിന് വന്ന ക്വസ്റ്റ്യൻസും കൂടി നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ പേഷ്യന്റ് ഹൂസ് വൂണ്ട് ഈസ് ഇൻ എ ഹീലിംഗ് പ്രോസസ് and looks pink to red moist appearance, what the nurse should understand about this wound appearance. അപ്പോൾ ഒരു പേഷ്യന്റ് വൂണ്ട് ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വൂണ്ടിന്റെ കളർ റെഡ്, പിങ്ക് ടു റെഡ് കളർ ഒക്കെ ആയെന്നാണ് പറഞ്ഞത്. മോയിസ്റ്റ് അപ്പിയറൻസ് ആണ്. നേഴ്സ് എന്താണ് മനസ്സിലാക്കേണ്ടത്? തന്നിരിക്കുന്ന ഓപ്ഷൻ ഇവയൊക്കെയാണ്. ഇൻഫെക്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക, ഗ്രാനുലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക, ഇൻഫ്ലമേഷൻ ആണോ, എക്സുഡേറ്റ്സ് ആണോ. സിമ്പിൾ ആണ്. നമ്മൾ ഇപ്പൊ പറഞ്ഞ പോയിന്റ് ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. എന്താ പറഞ്ഞ പോയിന്റ്? ഒരു വൂണ്ട് അതിന്റെ ഗ്രാനുലേഷൻ എന്ന് പറയുന്ന അവസ്ഥയിൽ ഉണ്ടാകുമ്പോഴാണ് ആ വൂണ്ടിന്റെ കളർ എന്തായി മാറുന്നത്, പിങ്ക് ടു റെഡ് മോയിസ്റ്റ് അപ്പിയറൻസ് ആയി മാറുന്നത്. അപ്പോൾ ഈ അപ്പിയറൻസ് കണ്ടാൽ നേഴ്സ് എന്ത് മനസ്സിലാക്കണം? The wound is in the granulation phase എന്ന് മനസ്സിലാക്കണം. So the right answer is granulation. Now moving to the next question. ഇതാണ് question. Next question is this: for a patient who underwent a surgery and the surgical wound is sutured and closed, a nurse should understand which type of wound healing process is this. അപ്പോൾ ഒരു പേഷ്യന്റ് സർജറി കഴിഞ്ഞു, സർജറിക്ക് ശേഷം ആ സർജിക്കൽ വൂണ്ടിനെ സ്യൂച്ചർ ചെയ്ത് ക്ലോസ് ചെയ്ത് ഹീൽ ചെയ്തു. ഏത് ടൈപ്പ് ഓഫ് ഹീലിംഗ് മെത്തേഡ് ആണ് ഇതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ അതുപോലെ പറഞ്ഞാണ് അല്ലെ. സർജിക്കൽ വൂണ്ട് എന്നുള്ളത് കേട്ടാലേ ഓർക്കുക, ദാറ്റ് ഈസ് എ പ്രൈമറി ഇന്റൻഷൻ വൂണ്ട് ഹീലിംഗ് മെത്തേഡ്. പ്രൈമറി ഇന്റൻഷനിലൂടെ വൂണ്ട് ഹീൽ ചെയ്യുന്നതിനാണ് സർജിക്കൽ വൂണ്ട് അല്ലെങ്കിൽ സ്യൂച്ചറിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വാട്ട് വിൽ ബി ദ ആൻസർ? ദ ആൻസർ വിൽ ബി പ്രൈമറി ഇന്റൻഷൻ. പ്രൈമറി ഇന്റൻഷനിലൂടെ സർജിക്കൽ വൂണ്ട് സ്യൂച്ചർ ഏത് ടൈപ്പ് ഓഫ് ഹീലിംഗ് ആണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യുക? പ്രൈമറി ഇന്റൻഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ടോപ്പിക്കും എടുക്കും, ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ തന്നെ ലൈവായിട്ട് പറഞ്ഞു തരും. അപ്പൊ ഇതാണ് നമ്മള് ക്ലാസ്സിന്റെ രീതി എന്ന് പറയുന്നത്. എഡിവിസ് അക്കാഡമിയുടെ ഓൺലൈൻ പ്രൊമട്രിക് ഡെമോൺസ്ട്രേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.